നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സൗദ് അംഗീകാരം നൽകിയ 2020 ബജറ്റിൽ ഒമാൻ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകുന്ന നിരവധി പദ്ധതികളാണുള്ളത്. ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയ 9 വൻകിട പദ്ധതികളാണ് ബജറ്റിലുള്ളത്. പദ്ധതികൾ പൂർത്തിയാക്കാൻ $2,500 കോടി ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ മേഖലകളിലെ സമഗ്രമായ വളർച്ചയും അതുവഴി രാജ്യത്ത് ഉടലെടുക്കുന്ന സാമ്പത്തിക പുരോഗതിയും രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കും. ഇവയിൽ പലതും നേരത്തെ തുടങ്ങിവെച്ച പദ്ധതികളാണ്. സലാലയിലെ അമോണിയ നിർമ്മാണ പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 2017 നിർമ്മാണം ആരംഭിച്ച പദ്ധതിക്ക് $750 ദശലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ദിവസവും 1000 മെട്രിക് ടൺ അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതി വഴി സാധ്യമാകും. സലാല ഫ്രീ സോണിൽ സലാല മെത്തനോൾ കമ്പനി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത്. ദുഖമിനടുത്ത് റാസ്മർക്സിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എണ്ണ സംഭരണ ടെർമിനൽ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ സംഭരണിയാവും ഇത്. ഒന്നാം ഘട്ട നിർമ്മാണത്തിനു തന്നെ $176 കോടി ചിലവ് വരും. ഇവിടെ എണ്ണ കയറ്റി അയക്കാനുള്ള സൗകര്യവും ഒരുക്കും. $830 ദശലക്ഷം ചിലവിൽ സലാലയിൽ പ്രകൃതിവാതക പദ്ധതിയും നിർമ്മിക്കും. ദിവസവും 9 ദശലക്ഷം ഘനമീറ്റർ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇത്. സുൽത്താൻ ഖാബൂസ് തുറമുഖത്തോട് അനുബന്ധിച്ച് ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രവും ബജറ്റിലുണ്ട്. പദ്ധതിക്ക് മൊത്തം $200 കോടി വകയിരുത്തിയിരിക്കുന്നത്. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മത്ര തുറമുഖം. ഒമാൻ ഓയിൽ, ഓർപിക് എന്നിവയുമായി സഹകരിച്ച് ലിവയിൽ ലിവ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് കോംപ്ലക്സ് നിർമ്മിക്കും. $640 കോടി ഇതിന് ചിലവ്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ വർഷം നടക്കും. ബർഖയ്ക്കടുത്ത് ബാത്ന എക്സ്പ്രസ് ഹൈവേയുമായി ചേർന്ന് ഖാസിൻ സാമ്പത്തിക നഗരം സ്ഥാപിക്കും. 52 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി ഒമാനിലെ ആദ്യത്തെ ലോജിസ്റ്റിക് സിറ്റിയായാണ് അറിയപ്പെടുക. വാണിജ്യ, വ്യവസായ, താമസ സൗകര്യമടക്കം നിരവധി പദ്ധതികൾ സിറ്റിയിലുണ്ടാവും. ഒമ്രാനും ദുബായിലെ മാജിദ് അൽ ഫുത്തൈം ഗ്രൂപ്പും സംയുക്തമായി മസ്കത്ത് മേഖലയിൽ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മദീന അൽ ഇർഫാൻ പദ്ധതി. $1300 കോടി പദ്ധതിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ, താമസ, വിദ്യാഭ്യാസ, വിനോദ, ആരോഗ്യ പദ്ധതിയടക്കം നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നുവരും. ഒമാൻ ഫുഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് എന്ന പേരിൽ വൻ ഭക്ഷ്യ പദ്ധതിയും ബജറ്റിലുണ്ട്. പാൽ, കോഴി, കന്നുകാലി വളർത്തൽ, മാടുൽപാദനം, കാർഷിക ഉൽപാദനം തുടങ്ങി നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടും. ഇതിന്റെ ഭാഗമായ മസൂൽ പാൽ കഴിഞ്ഞ വർഷം അവസാനം വിപണിയിൽ ഇറങ്ങിയിരുന്നു. മുസ്ലിബിൽ ചെമ്പ് ഖനനവും ബജറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ വർഷം തോറും 1 ദശലക്ഷം ടൺ ചെമ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.